അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ നാം ചൊല്ലേണ്ട ദിക്റുകളെ കുറിച്ചാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മരണമാണ്. ആ ഉറക്കിലെങ്ങാൻ നാം മരണപ്പെട്ടു പോയാലോ? നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചിട്ടില്ലേ? കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ ഭർത്താവ് സൈലന്റ് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടു. അപ്പോ ഉറക്കം എന്ന് പറഞ്ഞാൽ നാം മരണത്തെ അഭിമുഖീകരിക്കുകയാണ്. ഒരു ചെറിയ മരണമാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചൊല്ലുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഉറക്കിൽ മരണപ്പെട്ടു പോയാൽ ആ ഉളുവോടുകൂടെ ആ ദിക്റൊക്കെ ചൊല്ലിയിട്ട് മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അള്ളാഹുവിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിക്റുകളും കാര്യങ്ങളൊക്കെ ചൊല്ലേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നിൽക്കുന്നുണ്ട്. ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ ആദ്യം ചൊല്ലേണ്ട ദിക്റ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന ദിക്ർ ചൊല്ലിയിട്ട് വേണം നാം എഴുന്നേൽക്കാൻ. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. അധികം ആളുകൾക്കും അറിയുന്ന ദിക്റാണ്. അറിയാത്തവർ അത് എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ. അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്? അഹ്യാന, എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. ബഅദമാ അമാതനാ, ഒരു മരണത്തിന് ശേഷം. ഒരു മരണത്തിൽ നിന്ന് എന്നെ ജീവിപ്പിച്ച അള്ളാഹുവിനാകുന്ന സർവ്വസ്തുതിയും എന്ന അർത്ഥം. കാരണം ഉറക്കൊരു ചെറിയ മരണമാണ്, നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇലൈഹി നുശൂർ, ആ അള്ളാഹുലേക്ക് തന്നെ നമ്മൾ മടങ്ങാനുള്ളവരാ, അല്ലെ? അള്ളാഹുലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങുക. നമ്മൾ എന്നും ഇങ്ങനെ ഇവിടെ ശാശ്വതമായി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് മടങ്ങി പോകേണ്ടി വരും, അത് ഉറപ്പാണ്. അപ്പോ ആ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇത്തരം ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് വേണം എഴുന്നേൽക്കാൻ. അപ്പൊ നമുക്ക് വലിയ ഖൈറ് കിട്ടും. അന്നത്തെ ആ ദിവസത്തിൽ തന്നെ വലിയ ബർക്കത്തുണ്ടാവാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയിക്കാനും ഒക്കെ അത് കാരണമാകുമെന്നാണ്. മറ്റൊരു ദിക്റ് നാം ചൊല്ലേണ്ടത് അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലിയ റൂഹി വഅദ്ന ലീ ബിദിക്രി എന്ന ഈ ദിക്റ് നമ്മൾ ചൊല്ലുക. അർത്ഥം പറയാം, സ്ക്രീനിൽ കൊടുക്കാം. ഈ ദിക്റ് അറിയാത്തവരൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ചെയ്യുക. നിങ്ങളുടെ സൗകര്യം പോലെയുള്ളത് ചെയ്യുക. അൽഹംദുലില്ലാഹില്ലദീ, അല്ലാഹുവിനാകുന്നു സർവ്വസ്തുതിയും. എങ്ങനത്തെ അല്ലാഹുവാണ്? അഫാനി ഫി ജസദി, എന്റെ ശരീരത്തിന് എന്തായി? ആരോഗ്യം തന്നു. വറദ്ദ അലിയ റൂഹി, എന്റെ ശരീരത്തിലേക്ക് എന്തായി? റൂഹിനെ തിരിച്ചു നൽകി. കാരണം ഉറക്കം ഒരു ചെറിയ മരണമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് റൂഹിനെ അള്ളാഹു തിരിച്ചു നൽകി. വഅദ്ന ലീ ബിദിക്രി, അള്ളാഹുവിന്റെ ദിക്റ് ചൊല്ലുവാനുള്ള, അള്ളാഹുവിനെ പുകഴ്ത്താനുള്ള, അള്ളാഹുവിന്റെ സ്മരണകളൊക്കെ ചൊല്ലാനുള്ള കഴിവ് അള്ളാഹു എന്തായി? നമുക്ക് തന്നു. അങ്ങനത്തെ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും എന്ന് അതിന്റെ അർത്ഥം. ഇനി മറ്റൊരു ദിക്റ് ചൊല്ലാൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഈ ദിക്റൊക്കെ നമ്മൾ ഉണരുന്ന സമയത്ത് ചൊല്ലിയാൽ വലിയ ബർക്കത്താണ്. ജീവിതത്തിൽ വലിയ പുണ്യം കരസ്ഥമാക്കാൻ കഴിയും. ചെറിയ സമയം മതി, 1-2 മിനിറ്റൊക്കെ മതി ദിക്റുകൾ ചെല്ലാൻ. ഇതൊക്കെ പഠിച്ചു വെച്ച് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ വെറുതെ അങ്ങ് എഴുന്നേറ്റ് പോകാതെ ഈ ദിക്റുകളൊക്കെ ചൊല്ലി എഴുന്നേറ്റാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്തത് നാം ചൊല്ലേണ്ട ദിക്റ് അൽഹംദുലില്ലാഹില്ലദീ ഖലഖൻ നൗമ വൽ യഖള, അൽഹംദുലില്ലാഹില്ലദീ ബഅസനി സാലിമൻ സവിയ, അഷ്ഹദു അന്നല്ലാഹ യുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ഈ ദിക്റ്. അൽഹംദുലില്ലാഹില്ലദീ, അല്ലാഹുവിനാകുന്നു സർവ്വസ്തുതിയും. എന്തുവാ? സ്ക്രീനിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഖലഖൻ നൗമ വൽ യഖളത, ഉറക്കത്തെയും ഉണർവിനെയും സൃഷ്ടിച്ച അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ ബഅസനി സാലിമൻ സവിയ, അള്ളാഹു എന്തായി? അള്ളാഹു നമ്മുടെ റൂഹിനെ നമുക്ക് തിരിച്ചു തന്നു. അള്ളാഹു നമ്മെ ജീവിപ്പിച്ചു, നമ്മളെ തിരിച്ചു നൽകി. അതായത് നമ്മൾ ഉറക്കം ചെറിയ മറവിയാണെന്ന് പറഞ്ഞ ഉറക്കത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചു. എങ്ങനെ? സാലിമൻ സവിയ, സാലിമൻ രക്ഷപ്പെട്ടവനായിട്ടും ചൊവ്വായവനായിട്ടൊക്കെ. സാലിമൻ സവിയ, യാതൊരുവിധ കേടുപാടുകളോ ഒരു പ്രശ്നങ്ങളോ ഒരു പ്രയാസങ്ങളോ കൂടാതെ എന്തായി? അള്ളാഹു നമ്മെ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽപ്പിച്ചു. അതായത് നമ്മുടെ റൂഹിനെ അള്ളാഹു തിരിച്ചു നൽകി. അഷ്ഹദു അന്നല്ലാഹ യുഹ്യിൽ മൗതാ,
അഷ്ഹദു അന്നല്ലാഹ, തീർച്ചയായും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്നല്ലാഹ, അല്ലാഹു തആല യുഹ്യിൽ മൗത, മരണപ്പെട്ടവരെന്താകുന്നു, ജീവിപ്പിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ള ഈ അർത്ഥം വരുന്ന ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പതിവാക്കുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വലിയ മഹത്വം ഇതിലൂടെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു മാഫാക്കി നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.